തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണം. വേണ്ട, എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. എന്താ ആന്റണി, പക്കമേളക്കാരൻ ശ്രുതി തെറ്റിച്ചല്ലോ. എന്തൊക്കെയോ കളിയുണ്ട്, എങ്കിലും സുലൈമാനെ ജയിക്കൂ. പോട്രാ, പോട്ടെ, നീയും ജയിക്കൂ. ഡിയർ സ്റ്റുഡൻസ്, ഇന്നിവിടെ നടന്ന വാശിയേറിയ മത്സരത്തിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇത് ചതിയാ, സുലൈമാനെ മനഃപൂർവ്വം തോൽപ്പിച്ചതാ. സുലൈമാനെ, ഞാൻ എങ്ങനെ എന്റെ ബാപ്പയെ ഫേസ് ചെയ്യും? എന്റെ അമ്മയുടെ സങ്കടം എനിക്ക് കാണാൻ വയ്യ. ശ്രീലക്ഷ്മി വന്നേ, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയണം. നീ ഒരു തുള്ളി പോലും അടിക്കാതെ ഞങ്ങക്ക് പാട്ട് തരികയെന്ന് വെച്ചാ പരമ ബോറാ കേട്ടോ. ബുദ്ധിയുള്ളവൻ കുടിക്കില്ല, കുടിപ്പിക്കേ ഉള്ളൂ. അതൊന്നും അല്ലടാ, ഇവൻ ശുദ്ധ ബ്രാഹ്മണനാ. പിന്നെ ഇറച്ചി മീനും വെട്ടി വീണ എത്ര നമ്പൂരാരെ എനിക്കറിയാം. അതുകൊണ്ടൊന്നല്ലടാ, ഈശ്വരന്റെ വരദാന എനിക്ക് കിട്ടിയ സംഗീതം. അത് കളങ്കപ്പെടുത്താൻ ഞാനില്ല. ബെസ്റ്റ് ഡയലോഗ്. ഒന്നുകൂടി പറയാമോ? എഴുതിയെടുത്ത് ലാമിനേറ്റ് ചെയ്ത് നിന്റെ കഴുത്തി കെട്ടി തൂക്കാനാ. ഈശ്വരന്റെ വരദാനത്ര സംഗീതം അതേടാ. പക്ഷെ അതിന്മേലുള്ള വിജയം ഉണ്ടല്ലോ, ഒരുത്തനെ ചതിച്ച് തോൽപ്പിച്ചിട്ടാവരുത്. മനസ്സിലായില്ല? നീ രാവിലെ ജയിക്കും തറപ്പിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ലടാ. നിനക്ക് കഴിവുണ്ടെങ്കിൽ പാടി ജയിക്കണം, അല്ലാതെ എതിരാളിയുടെ പക്കമേളക്കാർക്ക് കള്ളും കാശും കൊടുത്തിട്ടാവരുത്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, തന്തയില്ലാത്തരെ കാണിച്ചിട്ട് ചൊടിക്കുന്നോ പട്ടി. നിന്റെ പ്രശ്നത്തിൽ ഇടപെട്ട് ആന്റണി ഉണ്ണികൃഷ്ണനുമായിട്ട് ഉടക്കി. അവൻ ആന്റണിയെ കുത്തിയടാ. എന്നിട്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നേ, ഒരുത്തനെ കുത്തി മറത്തിട്ട് മുങ്ങാൻ നോക്കല്ലടാ. ഞാൻ എന്ത് ദ്രോഹാണോ നിന്നോട് ചെയ്തത്? വേണ്ട, ഒരു മത്സരത്തിൽ ജയിക്കാനായിരുന്നോടാ നീ ഇതൊക്കെ കാണിച്ച്? എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിന് പിന്മാറി തരുമായിരുന്നില്ലേ? ഈ നേട്ടൊന്നും ശാശ്വതമല്ലടാ, ശാശ്വതമല്ല. സുലൈമാനെ, നീയെങ്കിലും എന്നെ വിശ്വസിക്ക്. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നീ തെറ്റിദ്ധരിച്ചിരിക്കണേ. നീ ഒരു പുല്ലും പറയണ്ടടാ ബാസ്റ്റർഡ്. സംസാരിച്ചിട്ട് കാര്യമില്ല. ആന്റണിക്ക് എന്തെങ്കിലും പറ്റിയാ? ആന്റണിയുടെ ആൾക്കാരെന്ന് തോന്നുന്നു. വന്നേ വാ. ഈ സംഗീത കോളേജ് പഠിക്കുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മോളിലുണ്ട്. അതെ, ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ റൂം ഏതാ? 219. നേരെ പോയാ മതി. അത് സുലൈമാന്റെ മുറിയല്ലേ? ആ വന്നവര് ആന്റണിയുടെ ആൾക്കാരാ. അവർക്ക് നിന്നെ അറിയില്ല. തൽക്കാലം അടി ആവാൻ കൊള്ളട്ടെ. നീ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് വരിക. ചെമ്പൈ സംഗീതോത്സവത്തിന്റെ ഭാരവാഹികളാ. ഇരിക്കേ. നാളെ പാടേണ്ടിയിരുന്ന തിരുപ്പതി നാരായണ സ്വാമികൾക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന. അയ്യോ, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് പ്രോഗ്രാമിന് ചെറിയൊരു മാറ്റം. നാളത്തെ അവസരം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കായി. പ്രിൻസിപ്പാളിനെ വിളിച്ച് പെർമിഷൻ മേടിച്ചിട്ടുണ്ടേ. നമുക്ക് ഉടനെ പുറപ്പെടണം. അത് ഞാൻ എങ്ങനെ പെട്ടെന്ന് റെഡിയാവുന്നല്ലേ? ഏയ് അല്ലല്ല, ഉണ്ണികൃഷ്ണൻ നമ്പൂരി ഇങ്ങോട്ട് വരിക. ഒരു മിനിറ്റ് വന്നേ. നീ എന്തിനാ അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഉണ്ണികൃഷ്ണൻ നമ്പൂരി എന്ന് വിളിച്ചേ? കാര്യമുണ്ട്. എടാ, ഇതാ പറഞ്ഞ ദൈവം എന്ന് പറഞ്ഞ ഒരുത്ത മുകളിലുണ്ടെന്ന്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമല്ലേ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടുക എന്നുള്ളത്? നീ അവരോട് ചെല്ലേ, പിന്നെ വന്നടുത്ത് വെച്ച് കാണാന്നേ. അഗസ്ത്യ, നീ എന്തായി പറയണേ? ഒന്നും പറയണ്ട. നിന്നെ ചതിച്ചവൻ നേടിയത് നിനക്ക് തിരിച്ചു കിട്ടിയെന്ന് കരുതിയാ മതി. അത് ശരിയല്ല, വേണ്ട വേണ്ട. ഒരു നിമിഷം കൊണ്ട് ഇത് തട്ടിത്തെറിപ്പിച്ചാൽ ജീവിതത്തിൽ നിന്റെ ഒരു മോഹം എന്നും ബാക്കിയാവും.
കയറിയിരിക്കണം. ഞാനല്ലേ പറയണ, ചെല്ല് വാ. അഗസ്റ്റ്യൻ, ആന്റണി. ആന്റണിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ചെല്ല്, പോയിട്ട് വാ. ചെല്ല്. ഞാൻ ഇത് തന്നെയാ. നിർത്ത. ഉണ്ണികൃഷ്ണൻ നമ്പൂരി ഒന്ന് കാണണല്ലോ. എന്തിനാ? ഒരു ഗുണമുള്ള കാര്യത്തിനാ. ഗുണമുള്ള കാര്യത്തിനാണെങ്കിൽ പറയാം. ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ തഞ്ചാവൂർക്ക് പോയി. അയ്യോ, പോവും. ഗവിളി ചലിച്ചപ്പോഴേ എനിക്കറിയാം ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ആട്ടെ, എപ്പോഴാ മടക്കം? അത് പറയാൻ പറ്റില്ല. എന്താ പറയാൻ പറ്റാത്തെ? അത് അടിപൊളിയായിട്ട് അവിടെ പാടിക്കഴിഞ്ഞാൽ ഊട്ടി, കൊടൈക്കനാൽ, ബോംബെ, മൈസൂർ, ബാംഗ്ലൂർ, ചൈന, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിരിക്കും. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യം നേരെ തഞ്ചാവൂർക്ക് കിട്ടോ. അവിടെ ഏകാംബര സ്വാമി ക്ഷേത്ര മണ്ഡപത്തിലാണ് കച്ചേരി. മാർത്താണ്ഡം. വണ്ടി തഞ്ചാവൂർക്ക് പോട്ടെ. എന്ത് പേരെന്നാ പറഞ്ഞേ? വണ്ടി പോയി എന്നാ പേര്? എന്റെ ഈശ്വരാ, പോത്ത വണ്ടി കൊണ്ടുപോയില്ല. നിക്കടാ അവിടെ. ഒന്ന് മാറി നിന്ന് പുറത്തൊക്കെ പിന്നെ പൊതുപ്പിക്കാം. മോനെ ഉണ്ണികൃഷ്ണ, ഞാൻ ഗോവിന്ദൻ നായര് നിന്റെ വീട്ടിൽ പോയിരുന്നു. എന്റെ വീട്ടിലേക്കോ? എന്തിന്? നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. ഒരു വലിയ യാഗത്തിന്റെ തലപ്പത്തിരിക്കാൻ ശ്രേഷ്ഠന്മാർ വേറെ ഉണ്ടെങ്കിലും പ്രശ്നവശ വിധി നിനക്കല്ലേ. ആള് മാറിപ്പോയതായിരിക്കും. നീ ബ്രഹ്മദത്തൻ നമ്പൂരിയുടെ മകൻ ഉണ്ണികൃഷ്ണനല്ലേ? അതെ, പക്ഷേ ഇനി ഒന്നും പറയണ്ട. ബാക്കിയൊക്കെ തിരുമനസിന്റെ അടുത്ത് ബോധിപ്പിച്ചാൽ മതി. മാർത്താണ്ട പല്ലിയലക്കുന്നതിന് മുമ്പ് ഇതെത്തെ പിടിച്ച് വണ്ടി കെട്ട്. എന്നെ വിട്. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ? ഉദയപുരം കൊട്ടാരത്തിലേക്ക്. വരിക. ഞാൻ പോയി തിരുമനസിനെ വിളിച്ചിട്ട് വരാം. കണ്ടിട്ടൊരു നമ്പൂരിയുടെ ഛായ തോന്നുന്നില്ല. അത് ഞാൻ ദൂരയാത്ര കഴിഞ്ഞ് വരുന്നോണ്ട് തോന്നുന്ന. നമ്മളാരാ? നോം പരിശു നമ്പൂരി, പ്രധാന ശാന്തി. ഏത് ക്ഷേത്രത്തിലെ പൂജാരിയാ? കുരുക്ഷേത്രത്തിലെ. നന്നായി വരും. പണ്ട് അച്ഛന്റെ കയ്യും പിടിച്ച് ഈ കൊട്ടാരത്തിലേക്ക് ആദ്യം വന്നത് ഓർമ്മയുണ്ടോ? ഇല്ല, അമ്മ പറഞ്ഞുള്ള അറിവുണ്ട്. അമ്മയോ? അല്ല, അച്ഛൻ പറഞ്ഞിട്ടുള്ള അറിവ്. ഗോവുന്നാരെ, ഉണ്ണിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ പറയൂ. ഗോവുന്നാരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ? ദോഷങ്ങൾ കൊണ്ട് വേലയ്ക്കുള്ള തടസ്സങ്ങൾ. ജന്മവശാലുള്ള ദോഷങ്ങളല്ല, ഈ കൊട്ടാരത്തിൽ പിറന്ന മറ്റൊരു ജന്മം വരുത്തി വെച്ച ദോഷങ്ങൾ. ഞാനും പൂർവികരും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല തെറ്റിനും മാപ്പ് പറഞ്ഞ് എന്റെ കൊച്ചുമകൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്തം. സ്വയംവരയാഗത്തിന്റെ പേരിൽ അത്രയേ ഉള്ളൂ. എനിക്കും ഈ പൂജയില് വലിയ നിശ്ചയില്ല. സംഗീതത്തിലാണ് താല്പര്യം അല്ലേ? താൻ യജമാന സ്ഥാനത്ത് ഇരുന്നാ മതിയിടോ. തമ്പുരാനെ, പൂജ അറിയാത്ത ആളെ കൊണ്ട് പൂജ ചെയ്യിച്ചാൽ അത് പൂജയെ ബാധിക്കും. ഉണ്ണികൃഷ്ണന്റെ മനസ്സും ശരീരവും പ്രാർത്ഥനയും മാത്രം മതി ഇവിടെ. കർമ്മങ്ങൾ ചെയ്യാൻ നമ്പൂതിരിമാരിൽ പ്രഗത്ഭന്മാരുണ്ടല്ലോ. വരിക. നിന്റെ കോളേജിൽ നിന്ന് ഒരുത്തം വന്നിരിക്കണു അപ്പുറത്ത്. ആര്? ഉണ്ണികൃഷ്ണൻ നമ്പൂരി. ഉണ്ണികൃഷ്ണൻ നമ്പൂരിയോ? നമ്മുടെ ഗോപികയുടെ സ്വയംവര പൂജ നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാ. നിന്നെ പരിചയമുണ്ടോന്ന് ചോദിക്കാനും ഞാൻ മറന്നു. എന്താ? ഹായ് പുഷ്പം. ഇതിന്റെ വീക്ക്നെസ്സാ. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അങ്ങ് വെച്ചേക്കോ. ഒറിജിനൽ വെക്കണേ. ഇങ്ങോട്ട് കൊണ്ടുവരിക. തിരുമേനി എന്താ പിന്നീ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കണേ? മുന്നിലേക്ക് ഇങ്ങോട്ട് വരൂ. ഇതാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഉണ്ണികൃഷ്ണൻ? നീ അറിയില്ല? ഒരേ കോളേജിൽ പഠിക്കുന്നവരാകുമ്പോ അറിയുന്നു കരുതി. അസലായിട്ട് പാടും. തഞ്ചാവൂര് സംഗീതോത്സവത്തിന് പാട്ട് കേട്ടു. ബഹുകേമം. ഒരു പിടിവലി നടത്തിട്ടാ കൂടെ പോന്നേ. നോക്കി നിൽക്കാണ്ട് അങ്ങനെ കൊടുക്ക. വേണ്ടായിരുന്നു. ശ്രീലക്ഷ്മി, എന്റെ കൊച്ചുമോള,
ഏയ് അങ്ങനൊന്നുമില്ല. ആയിക്കോട്ടെ. നീ അങ്ങോട്ട് ചെല്ലേ. പോകുന്നേരെ ഉണ്ണിക്ക് വേണ്ട സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചാ കൊടുക്ക. സുലൈമാനെ, പഞ്ചപാവായിരുന്ന സുലൈമാന് എവിടുന്ന് കിട്ടി ഇത്രയേറെ കള്ളത്തരങ്ങള്? മത്സരത്തിൽ തോറ്റിട്ടും ഉണ്ണികൃഷ്ണനായി പാടാൻ പോവാ, കൊട്ടാരത്തിലെ പൂജയ്ക്ക് എത്തുക. തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയാം. തഞ്ചാവൂര് പാടാൻ പോയത് കള്ളത്തരത്തിലാ. ആഗ്രഹമായിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വരണമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചല്ല. ശ്രീലക്ഷ്മിയുടെ അച്ഛൻ ആള് മാറി ബലമായിട്ട് കൊണ്ടുവന്ന പിന്നെ ഉദയപുരം കൊട്ടാരത്തിലേക്കാന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല. അതെന്താ? എന്നെങ്കിലും ഒരിക്കല് ഈ കൊട്ടാരമുറ്റത്ത് കാല് കുത്തണമെന്ന് വിചാരിച്ച സാധിച്ചു. കാണേണ്ടവരൊക്കെ നേരി കണ്ടു. നാളെ നേരം പുലരും മുമ്പ് സ്ഥലം വിട്ടോളാം. അതുവരെ ഉപദ്രവിക്കരുത്. പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ? ജാതിയിലും മതത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് തെറ്റു പൊറുക്കണേന്നും പറഞ്ഞ് പൂജാരിയെ നിന്നോളൂ. പൂജാ പുസ്തകങ്ങളൊക്കെ ഞാൻ തരാം, വായിച്ചു പഠിക്കേ. ഈ ചങ്ങാതിയെ പൂണലിട്ട് ഒരു നമ്പൂരിക്കുട്ടിയെ കണ്ടോണ്ടിരിക്കാൻ എനിക്കിഷ്ടാ. അപ്പം ഇവിടെ കൂടല്ലേ? ആരാത്? ഇളയ തമ്പ്രാട്ടിയാ. രാവെന്നോ പകലൊന്നും ഇല്ല. പട്ടാണോ? ചെസ് കളിക്കാനാ. അയ്യോ, എന്നാലോട്ട് ഞാൻ ജയിക്കാനും പാടില്ല. കുശുംബിയാ. ശ്രീലക്ഷ്മി പിന്നെയും വിളിച്ചു. വരട്ടെ. കുറച്ചു നാളേക്ക് ശല്യമില്ലായിരുന്നു. കലാമണ്ഡലം ഒന്ന് തുറന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. അവിടെ മോഹിനിയാട്ടത്തിൽ ഒന്നാമതാ കുട്ടി. അയ്യോ, സദ മഗരി ഗമദ മഗരി ഗ സരി സരി ഗമദ സരി ഗരി സദ മഗരി സരി ഗ മാറുബ ആരി കോർവ ജാലനൂരാ സാ സാ സരി ഗ സരി രി സദ മഗ sa sa sari ge sari ri da da ma da sa sa da ri da da sa da ma ga ri sa ri ga ma da sari ga ma ri ga ri da da sa ri da da ma da sa dha ma ga ri sa ri ga ma ru ba a ri kor vatsalanura ma ru ba a ഹലോ. പ്രശ്നമായി ആകെ പ്രശ്നമായി. ചീത്ത മുഴുവൻ എനിക്ക്. എങ്ങനെ പറയാതിരിക്കും? ആളെ കൊണ്ടുവന്ന് ഞാനല്ലേ, ഉത്തരവാദിത്തം എനിക്കല്ലേ. താനൊക്കെ കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ഗൗളി പിന്നെയും ചലിച്ചു. ഇതെന്റെ പുറകെ കൂടിയിരിക്കുക. എന്റെ പോകട്ടെ പോവൂ. എന്താ പ്രശ്നം? താൻ എന്ത് വിവരദോഷ കാണിച്ചേ? ആ കുട്ടിയോട് എന്തിനാ വഴക്കുണ്ടാക്കാൻ പോയേ? ഏത് കുട്ടിയോട്? ഇവിടത്തെ ഗോപിയാ തമ്പുരാട്ടിയോട്. ആ കുട്ടി വലിയ ദേഷ്യത്തിലാ. താൻ ചെന്ന് മാപ്പ് പറയാനായിട്ട് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഗോവിന്ദേട്ടൻ കേൾക്കുക. ആരോ സ്വരം പാടുന്നത് കേട്ട് ഞാൻ കുളക്കടവിലേക്ക് ചെന്നു. പാടുന്നതോ തെറ്റ്. ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ ആ കുട്ടിക്കകത്ത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെയും കുട്ടി പാടി. വീണ്ടും തെറ്റി. അപ്പൊ ഞാൻ പിന്നെയും പാടി. ഉടനെ ആ കുട്ടി ഈറനോടെ കുളക്കടവി എന്ന് കയറി വന്ന് എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കി. എന്നിട്ട് കഴുത്തം വെട്ടിച്ച് ഇങ്ങനെ ഒരു പോക്ക എന്റെ കണ്ണുള്ളി. കണ്ടുവല്ലേ? ഈറനോടെ കണ്ടുവല്ലേ? എന്നാ അതായിരിക്കും കുഴപ്പമായത്. എന്തായാലും സംഗതി തിരുമനസിന്റെ ചെവിട്ടിൽ തിരികണം.